ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഒരു പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബൈക്കിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് വർക്കുകൾ തന്നെ വീഡിയോ മാത്രമേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമല്ല, ഇത് നമ്മുടെ എയർ ഫിൽറ്റർ കരിസ്മയുടെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റാമെന്ന് വെച്ചു. വണ്ടിക്ക് വലിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതെ, പുതിയ എയർ ഫിൽറ്ററാണ്. നല്ല കോസ്റ്റ്ലിയാണ് സാധനം, 380 രൂപ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് എയർ ഫിൽറ്റർ സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം സ്പെയറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്തൊന്നും അധികം അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ ഒരു നല്ല ഷോപ്പിലും ഹീറോൻ്റെ സ്പെയർ വിൽക്കുന്ന ഷോപ്പിലൊക്കെ സാധനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് കരിസ്മയുടെ എയർ ഫിൽറ്ററിൻ്റെ ഇത് ആകാശമാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇത് വില കൂടാനുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ എക്സ്പൾസ് ആയാലും അല്ലെങ്കിൽ ഹീറോൻ്റെ ഏത് വണ്ടി ആയാലും യൂണിക്കോൺ ഇത്രയും ഭാഗം മാത്രം നമുക്ക് ഒരു ചെറിയൊരു സ്ക്വയറിൽ മാത്രം നമുക്ക് മാറ്റാവുന്ന രീതിയിലാണ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളൊരു ഇത്രയും വലിയൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഇത്രയും വലുതായതുകൊണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നത് ഇത്ര റേറ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ചെറിയൊരു പീസ് മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഇത്രച്ചുള്ള ചെറിയ സ്ക്വയറിലൊരു പീസാണ്. അല്ലെങ്കിൽ എക്സ്പൾസിൻ്റെ ഒരു നീളത്തിലൊരു പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നണത്. അതുകൊണ്ട് വേറെ പ്രത്യേകത അതിനകത്ത് കാണുന്നില്ല. പേപ്പർ എയർ ഫിൽറ്റർ തന്നെയാണ്, നോർമൽ കമ്പനി സ്റ്റോക്ക് വരുന്ന ഇത് ഈ മോഡലാണ്. എന്തായാലും നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ബൈക്ക് എടുത്തിട്ട് കുറച്ച് ദിവസമായി. ലാസ്റ്റ് ഒരു ഓഫ് റോഡ് പോയതിന് ശേഷം കുന്നു വെച്ചാണ്. സ്റ്റാർട്ടാവും നോക്കാം. സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഒരാഴ്ച എടുക്കാണ്ടിരുന്നാലും വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ. ഇപ്പോഴും നമ്മൾ പൾസർ 220 കാർബറേറ്റർ തന്നെയാണ് ടച്ച് ആക്കണത്. അത്യാവശ്യം മൈലേജ് ഉണ്ട് സാധനത്തിന്. ഒരു 40-43 കിലോമീറ്റർ മൈലേജ് ഉണ്ട് നോർമൽ അവസ്ഥയിൽ. നമ്മുടെ പുതിയ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് വണ്ടി വളരെ സൈലൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഹീറ്റും കുറവാണ്. 2050 ഷെല്ലിൻ്റെ പ്രീമിയം മിനറൽസ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. 560 രൂപ, 1.2 ലിറ്ററിന്. അപ്പോൾ അത് ഒഴിക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, ചാനലുണ്ട്. എന്തായാലും നമ്മുടെ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ ഏതാണെന്ന് ഇപ്പോഴും പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് തണ്ടർബേർഡ് എക്സ്, റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് എക്സിൻ്റെ ഹാൻഡിൽ ബാറാണ്. അത് കുറച്ചുകൂടി വൈഡ്, നമ്മൾ ഓഫ് റോഡിന് കുറച്ചുകൂടി വൈഡ് കിട്ടാൻ വേണ്ടി വെച്ചാൽ സ്റ്റോക്കിനേക്കാൾ ഒരു 1.5 ഇഞ്ച് ഹൈറ്റ് കുറവുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു യൂണിവേഴ്സൽ ടൈപ്പ് ഹാൻഡിൽ ബാർ റേസർ വെച്ചിട്ടുണ്ട് കേട്ടോ. റേറ്റ് ഒന്നും ഓർക്കാനുള്ള, ഏതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. കമ്പനി ഏതാണോ, ഏതൊരു കമ്പനി. അപ്പോൾ അത് 1,800 രൂപ കണ്ട് വിലയുള്ളൂ. പിന്നെ ഹാൻഡിൽ ബാർ ഡയറക്റ്റ് വയ്ക്കുമ്പോൾ എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാർ ആയ കാരണം ഈ ക്ലച്ച് ലീവറൊക്കെ ഇങ്ങനെ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് വൈസറിയിൽ തട്ടാൻ സാധ്യതയുണ്ട്. ഒറിജിനലായാലും നമ്മൾ വേറെ വൈസർ വെച്ചാലും തട്ടാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡ് ഹാൻഡിലിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഈ സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്യണം പതിയെ. അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പതിയെ ഒന്ന് ബെൻഡാക്കി തരും. അപ്പോൾ അത്രയും ചെയ്യാനുള്ളൂ. ബാക്കി നല്ല കംഫർട്ടാണ് ഹാൻഡിൽ. ഓഫ് റോഡ് ഓടിക്കാനും ഹൈവേ ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ചിലത് ഇനിയിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ ബാഗിൽ മൺകാട് ഏതാണ്. ഇത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ്. ഇവിടെ വെച്ച് നമ്പർ മൺകാട് കട്ടായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേറൊരു ടെയിൽ പീസ് ജോയിൻ്റ് വെച്ചിരുന്നുണ്ടോ, സൂക്ഷിച്ച് നോക്കി അറിയാം. അവിടെ നിന്ന് വേറെ ടെയിൽ പീസ് സ്ക്രൂ ചെയ്ത് ജോയിൻ്റ് അടിച്ചിരുന്നു. ഹോണ്ട ഡാസ്റ്ററിൻ്റെ ടെയിൽ പീസ് കിട്ടിയതാണ് ഇങ്ങനെ. അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ നല്ല ഭംഗിയുള്ളുണ്ട് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഭംഗി കിട്ടും. പിന്നെ ടയർ നമ്മളന്ന് ടയർ 130 സൈസ് ടയർ, 17 ഇഞ്ച് വീല്, ഹോണ്ട ഡാസ്റ്ററിൻ്റെ വീലും ഡിസ്ക് ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്ത വണ്ടി കണ്ടു വയ്ക്കുക. വേറെ ഒന്നുമില്ല. ഒരു ക്രാഷ് കാർഡ് ചോദിക്കുന്നുണ്ട്. ഇത് ക്രാഷ് കാർഡ് വരുന്നത് നമ്മുടെ CBSറിൻ്റെ ഹങ്കിൻ്റെ ക്രാഷ് കാർഡാണ്. അത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുതലാണ് ഇനി. അപ്പോൾ ഇവിടെയൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചത് സൂക്ഷിച്ച് വയ്ക്കണം. വെൽഡിങ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിവിടെ രണ്ട് സൈഡും ആ സൈഡും ഈ സൈഡും ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 ഇഞ്ച് എടുത്ത് കളഞ്ഞു. എന്നിട്ട് വീണ്ടും ജോയിൻ്റ് അടിച്ചേക്കാണ്. അങ്ങനെ ജോയിൻ്റ് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്നുള്ള ഹൈറ്റും കുറഞ്ഞ് കിട്ടും, മുകളിൽ നിന്നുള്ള ഹൈറ്റും കുറയും. അപ്പോൾ ഇതങ്ങനെ മറഞ്ഞു വീണ് ബെൻഡായി കഴിഞ്ഞത് ഇവിടെ തട്ടില്ല ഈ ഭാഗത്ത്. അത്യാവശ്യം നല്ല ബലമുള്ള ക്രാഷ് കാർഡാണ് കേട്ടോ. ഇതൊരു 5-8 തവണ വീണ് മറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, ബെൻഡായിട്ടുണ്ട്. ഇതിൻ്റെ പാടിനെ കാണുന്നത് ബെൻഡായി നേരത്തെ. ഇനിയിപ്പോൾ ബെൻഡായി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുള്ളൂ. അതിനുള്ള ആ മാതിരി നമ്മൾ ഉപയോഗം കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് ചറവറ വീഴ്ചകളൊക്കെ സേവ് ചെയ്തേക്കുന്ന ക്രാഷ് കാർഡാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ സൈഡ് വാനിൽ അടിക്കണം കേട്ടോ. സൈഡ് വാനിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതുപോലെ ഇവിടെ സ്റ്റാർ, ഇതിൻ്റെ അടിയിൽ സ്റ്റാർ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വാനിലോട് പോരും. ഇതാണ് എയർ ഫിൽറ്റർ ബോക്സ്. ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. കഴുകിയിട്ട് കുറച്ച് നാളായി. നമുക്ക് എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവറും കഴിക്കാം. 1 2 3 4 5 6 7 സ്ക്രൂ ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ പോരും. എന്തായാലും നമുക്ക് കഴിക്കാതെ
അപ്പോൾ നമ്മുടെ പഴയ എയർ ഫിൽറ്റർ ആകെ കംപ്ലൈൻ്റ് ആയിട്ടോ, ആകെ നാശകോശമായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ കീറി. എന്തായാലും നമുക്കിത് മാറ്റിയിട്ട് പുതിയത് കയറ്റാം. നമുക്ക് ചുമ്മാ എയർ ഫിൽറ്റർ ഇല്ലാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താ അവസ്ഥയാണ്. സൗണ്ടൊക്കെ നോക്കാം അങ്ങനെയാണത്. അമ്മ വെടിക്കിട്ട് തോന്നി. ഒരു രക്ഷയില്ല കേട്ടോ. കേൻ്റെ തന്നെ ഫിൽറ്റർ വെച്ച പോലെ ഉണ്ട്. പവർ ഫിൽറ്റർ വെച്ച സൗണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാന്നുള്ളൂ. എയർ ഫിൽറ്റർ ബോക്സ് അടിക്കുക, ഏതായാലും ചുമ്മാ ഡയറക്റ്റിന് എടുത്ത് വയ്ക്കുക. കറക്റ്റ് സൂട്ടാണ്. അതിനുശേഷം നമ്മുടെ കവർ ഇട്ടാൽ മതി. ഇത്ര ഉള്ളു കാര്യം. എന്തായാലും നമുക്കിത് ടൈറ്റ് ആയിനി. നമ്മൾ എയർ ഫിൽറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടോ, വളരെ സിമ്പിളാണ് കാര്യം. നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ വെച്ചപ്പോൾ സൗണ്ടൊക്കെ പോയി. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ കാര്യമായിട്ട് ഉള്ള വീഡിയോ. കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകളൊന്നും ഇല്ല. എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയതാണ്. പിന്നെയും വേറെ കുറച്ചുകൂടെ അപ്ഡേഷനുകളൊക്കെ വരാൻ വണ്ടിയിൽ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്തൊരു ഓഫ് റോഡ് പോകുന്നതിന് മുമ്പ് കുറച്ച് ചെറിയൊരു പണി ചെയ്താണ്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.